കൊട്ടിയൂർ പുരാവൃത്തങ്ങളും വർത്തമാനവും. അപ്പോഴൊക്കെ അവിടെ കാണുന്ന വൈവിധ്യങ്ങള്, ആചാരങ്ങൾ അത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു റിസർച്ച് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ധൈര്യം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ. അപ്പൊ അത് ഇപ്പം ഞാൻ നോക്കിക്കാണുന്നത് ശരിക്കും പെരുമാൾ എന്നെ ഏൽപ്പിച്ചൊരു നിയോഗം എന്നുള്ള രീതിയിലാണ്. കാരണം ഒരുപാട് നിഗൂഢതകൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഗവേഷണം ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് ആ അമ്പലത്തിന്റെ പേര് പോലും പറയില്ലായിരുന്നു. പഠിച്ചു തുടങ്ങാൻ ചെന്നപ്പോ ഈ പുരാവൃത്തവും കാണുന്നതൊന്നുമല്ല എന്നുള്ളൊരു, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഇപ്പം പുരാവൃത്തത്തിന്റെ കാര്യം പറഞ്ഞു, ആ സതി മറഞ്ഞ സ്ഥലത്ത്, അമ്മ മറഞ്ഞ അമ്മാറക്കലിനടുത്ത് ശിവൻ എന്താ പറയാ യോഗനിദ്രയിൽ, അല്ലെങ്കിൽ ശിവൻ അവിടെ ധ്യാനത്തിലാണ്. ശിവനും അവിടെ ആ ഒരു എന്താണ് തന്റെ പ്രാണനെ, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ ആ പ്രണയത്തിന്റെ തീവ്രത കൊണ്ട് സതി പോയ ഒരു ഭൂമിയിൽ നിന്ന് ശിവന് വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ശിവൻ അവിടെ ഇരുന്നു എന്നേ ആ പുരാവൃത്ത കഥ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ പുരാവൃത്തത്തോട് ചേർന്ന് പോകുന്നതും അല്ലാത്തതുമായ ശരിക്കതിനെ. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് മഹാത്മാഗാന്ധി കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയായിട്ടുള്ള ഡോക്ടർ അനിമയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് മാമിൻ്റെ തന്നെ റിസർച്ച് ആയിട്ടുള്ള കൊട്ടിയൂർ പുരാവൃത്തങ്ങളും വർത്തമാനവും. എനിക്ക് തോന്നുന്നു നമ്മൾ വൈശാഖ മഹോത്സവം വന്നു നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മാമിൻ്റെ ആ റിസർച്ച് അതിനെപ്പറ്റി ഒന്ന് പറയാമോ? കൊട്ടിയൂറുമായി ബന്ധപ്പെട്ട് ഞാൻ റിസർച്ചിലേക്ക് എത്തിപ്പെട്ടതാണോ അതോ അമ്മ എന്താണ്? അല്ല, ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് കൊട്ടിയൂരിൻ്റെ നമ്മൾ തന്നെ വിചാരിച്ചിരിക്കുന്നത് അത് ഏറ്റവും പ്രേമഭാവത്തിലാണ് ശിവനെ നമ്മളെല്ലാവരും കാണുന്നത്. അതിൽ സതീദേവി മരണപ്പെടുമ്പോൾ ശിവഭഗവാൻ സതീദേവി എടുത്തുകൊണ്ട് പോകുമ്പോൾ മഹാവിഷ്ണു, ആ ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം, കഥകളും നമുക്കറിയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അപ്പോൾ ഒരു റിസർച്ചിലേക്ക് ഇതിനെ കൊണ്ടുപോയത് എങ്ങനെയാണ്? റിസർച്ചിലേക്ക് ഈ പുരാവൃത്തമല്ല ശരിക്കും എന്നെ സ്വാധീനിച്ചത്. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അപ്പോൾ ഓർമ്മ വെക്കുന്ന കാലം തൊട്ടേ ഞാൻ കൊട്ടിയൂർ തൊഴാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ കാണുന്ന വൈവിധ്യങ്ങള്, ആചാരങ്ങൾ അത് വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു റിസർച്ച് എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടോ മലയാള ഭാഷയെ സാഹിത്യം എടുത്ത് പഠിക്കുകയും ഗവേഷണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഫോക്ലോറിലേക്ക് വഴിമാറുകയും ചെയ്ത ഒരു ഘട്ടം വന്നപ്പോൾ എന്തോ ഒരു നിയോഗം എന്നേ ഞാൻ എൻ്റെ ഗവേഷണത്തെ കാണുന്നുള്ളൂ. കാരണം അതിനു മുമ്പ് 1-2 വിഷയങ്ങൾ ഞാൻ ഗവേഷണത്തിന് തിരഞ്ഞെടുക്കുകയും പഠനം പാതി വഴിയിൽ മുട്ടുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു വിഷയമായിട്ട് എൻ്റെ ഗൈഡിനെ സമീപിക്കുന്നത്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഡീനും ഗൈഡൊക്കെ ആയിരുന്നു ശ്രീധരൻ മാഷ്. എടുത്ത് ചോദിച്ചപ്പോൾ മാഷ് പറഞ്ഞു, ധൈര്യം ഉണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ. അപ്പോൾ അത് ഇപ്പം ഞാൻ നോക്കിക്കാണുന്നത് ശരിക്കും പെരുമാൾ എന്നെ ഏൽപ്പിച്ചൊരു നിയോഗം എന്നുള്ള രീതിയിലാണ്. കാരണം ഒരുപാട് നിഗൂഢതകൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഗവേഷണം ചെയ്യാൻ തുടങ്ങുന്ന കാലത്ത് ആ അമ്പലത്തിന്റെ പേര് പോലും പറയില്ലായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പഠിക്കാൻ ഇറങ്ങുന്നത് ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിട്ടുണ്ട്. അത് പഠിക്കാവോ? അപ്പോഴൊക്കെ എൻ്റെ കുടുംബം, എൻ്റെ അച്ഛൻ, ഭർത്താവ്, അമ്മ ഇവരൊക്കെ ഒപ്പം നിന്നു. പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ്. പഠിച്ചു തുടങ്ങാൻ ചെന്നപ്പോൾ ഈ പുരാവൃത്തവും കാണുന്നതൊന്നുമല്ല എന്നുള്ളൊരു, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഇപ്പം പുരാവൃത്തത്തിന്റെ കാര്യം പറഞ്ഞു, സതി ശിവൻ, നമ്മൾ അറിയുന്ന ശിവനല്ലാതെ ആ ഒരു രൗദ്രഭാവത്തിലാണോ അവിടെ നിൽക്കുന്നത്? പക്ഷേ അവിടെ ശിവൻ വരുന്നത് പോലും ആ ക്ഷേത്രത്തിന്റെ പുരാവൃത്തം നോക്കുമ്പോൾ ദശയാഗ കഥ അതൊന്നും നമ്മളിനി പറയേണ്ട, ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ സതി മറഞ്ഞ സ്ഥലത്ത്, അമ്മ മറഞ്ഞ അമ്മാറക്കലിനടുത്ത് ശിവൻ എന്താ പറയാ യോഗനിദ്രയിൽ, അല്ലെങ്കിൽ ധ്യാനനിരതനായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സതി മറഞ്ഞ തറ ഒരു സ്ഥലത്തും അതിന്റെ തൊട്ടിപ്പുറത്ത് മുന്നിലായിട്ട് ശിവന്റെ സ്വയംഭൂ കാണുന്നു. ശിവൻ അവിടെ ധ്യാനത്തിലാണ്. ശിവനും അവിടെ ആ ഒരു എന്താണ് തന്റെ പ്രാണനെ, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞ പോലെ ആ പ്രണയത്തിന്റെ തീവ്രത കൊണ്ട് സതി പോയ ഒരു ഭൂമിയിൽ നിന്ന് ശിവന് വിട്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ശിവൻ അവിടെ ഇരുന്നു എന്നേ ആ പുരാവൃത്ത കഥ പറയുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആ പുരാവൃത്തത്തോട് ചേർന്ന് പോകുന്നതും അല്ലാത്തതുമായ ശരിക്കതിനെ ആ ഒരു പുരാവൃത്തത്തിനകത്ത് നിൽക്കാതെ കോട്ടയത്തിന്റെ ഒരു ഉത്സവമായിട്ട് കാണാൻ, പഴയ കോട്ടയം പുരനാട്ട് സ്ഥല സ്വരൂപത്തിന്റെ ഒരു ഉത്സവമായി കാണാനാണ് എനിക്കിഷ്ടം. പിന്നെ എല്ലാ അമ്പലത്തിനും പുരാവൃത്തം ഉള്ളതുപോലെ ക്ഷേത്രത്തിനും ആ പ്രതിഷ്ഠയ്ക്ക് പിന്നിലുള്ള ഒരു പുരാവൃത്തമായിട്ട് അതിനെ കാണുന്നതാണ് എനിക്ക് താല്പര്യം. ഒരു ഗവേഷണത്തിലും എനിക്ക് തോന്നിയതാണ്. അവിടെ ഒരിക്കലും ഒരു യാഗസങ്കല്പം മാത്രമല്ല, ഗോത്ര യാഗ ക്ഷേത്ര സങ്കല്പങ്ങളുടെ ഒരു സമന്വയ ഭൂമിയായിട്ടാണ് എൻ്റെ പഠനത്തിൽ. ആ രീതിയിലുള്ള ഒരു കൂട്ടായ്മ പഠനമാണ് ചെയ്തത്. പഠനത്തിൽ ഒരിക്കൽ പോലും ഞാൻ അതിൻ്റെ താന്ത്രിക വശത്തിലേക്ക് പോയിട്ടുമില്ല. പൂജാവിധാനങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. കാരണം അതെൻ്റെ പഠനം നാടോടി വിജ്ഞാനിയായിരുന്നു. അപ്പോൾ ഫോക്ലോറിനകത്ത് നിന്ന് കൊട്ടിയൂർ കൂട്ടായ്മയിൽ ഊന്നിക്കൊണ്ട്
കോട്ടയം സ്വരൂപത്തിന്റെ അവിടെ നിലനിൽക്കുന്ന കഥകൾ അതിലൂടെ കോട്ടയം സ്വരൂപത്തിന്റെ പ്രാദേശിക ചരിത്രത്തിൽ ഈ ക്ഷേത്ര ഭൂമികയ്ക്കുള്ള സ്ഥാനം അപ്പൊ അന്വേഷിച്ചു വന്നപ്പോ അതൊരു വലിയ വിശാല ക്യാൻവാസ് ആണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അല്ല, എല്ലാവർക്കും അതിന്റെ കഥകളാണ്. എന്നാലും മാം അവിടെ നിന്നും അറിഞ്ഞൊരു കഥകളൊന്നും പറയാമോ? അതായത് ദക്ഷയാഗ കഥ തന്നെയാണ് ആ ക്ഷേത്രത്തിന്റെ പുരാവൃത്തായിട്ട് പറയുന്നത്, അതിലൊന്നും തെറ്റില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചടങ്ങുകളും സ്ഥലനാമങ്ങളും ഇപ്പോഴും കൊട്ടിയൂരിന് അടുത്തുണ്ട്. കാരണം കൊട്ടിയൂരിൽ ആദ്യം നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് മുതിരേരി വാൾവരവ്. ആ വാളെന്ന് പറയുന്നത് എന്താണ്, സതീദേഹത്യാഗ വൃത്താന്തം അറിഞ്ഞ ശിവൻ തന്റെ ജഡമറച്ചറിയുകയും വീരഭദ്രൻ ഭദ്രകാളി യാഗഭൂമിയിലേക്ക് വരികയും ദശന്റെ കഴുത്തറത്ത വാള് വീരഭദ്രൻ ചുഴറ്റി എറിഞ്ഞത് മുതിരേരി സ്ഥലത്ത് പോയി വീഴുകയും ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് സതീദേവി ആദിപരാശക്തിയായിട്ട് സിംഹത്തിന്റെ മുതുകേറി പോയത് എന്നൊക്കെയുള്ള. അപ്പൊ അവിടെ നിന്നുള്ള ഒരു വാളാണ് ഈ വൈശാഖോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊട്ടിയൂരിലേക്ക് ആദ്യം വരുന്ന എഴുന്നള്ളത്ത്. അതിനു മുമ്പ് ജാതിയൂരിന്ന് തീ വരുന്നുണ്ട്, നെയ്യമർദ്ദകാരുടെ നെയ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരേ സമയത്ത് പുരാവൃത്തത്തെ പൂരിപ്പിക്കുന്ന ചടങ്ങുകളും അനുഷ്ഠാനത്തെ പൂരിപ്പിക്കുന്ന ചടങ്ങുകളും ചേർന്നിട്ടുള്ള ഒരു സമന്വയ ഭൂമി. അതോടൊപ്പം കുറിച്യര് മുതലുള്ളവരുടെ പ്രാതിനിധ്യം, അവര് നടത്തുന്ന ചടങ്ങുകൾ, അങ്ങനെ ഒരുപാട്. പക്ഷെ ഇതിന്റെ ഐതിഹ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഈ കൊട്ടിയൂരിന്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ പുരാവൃത്തം, ഈ ഐതിഹ്യം രണ്ടുണ്ട്. കൊട്ടിയൂരിനെ സംബന്ധിച്ചിട്ടുള്ള പുരാവൃത്തം എന്ന് പറയുന്നത് ദക്ഷയാഗ കഥയാണ്. കൊട്ടിയൂർ പുതിയ കാല അത് ദക്ഷയാഗം കഴിയുകയും ആ ഭൂമി കുറെ കാലം യാഗഭൂമിയായി തുടരുകയും പിന്നീട് കാലാന്തരത്തില്, അതായത് സത്യയുഗത്തിൽ നടന്ന യാഗം കലിയുഗം വരെ നിലനിൽക്കില്ലല്ലോ, യുഗങ്ങളുടെ വ്യത്യാസം. അങ്ങനെ വന്ന് അത് പിന്നീട് ഇടക്കാലത്ത് ആ യാഗഭൂമി വീണ്ടും കാട് കയറി പോവുകയും പിന്നീട് പരശുരാമൻ എന്താണ് പറയാ, ക്ഷത്രിയ നിഗ്രഹമൊക്കെ കഴിഞ്ഞ് കടലിൽ നിന്ന് കേരളക്കര വീണ്ടെടുത്ത് എന്ന് പറയുന്ന കേരളോൽപ്പത്തി ഐതിഹ്യത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം അതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ പുണ്യഭൂമിയുടെ പരിഭാവനത തിരിച്ചറിയും, വീണ്ടും യാഗോത്സവം തുടങ്ങുകയും ചെയ്തു എന്നുള്ള ഒരു കഥ. ആ യാഗോത്സവം കുറെ, അത് ശരിക്കും ദക്ഷയാഗത്തിന്റെ അതേ രീതിയിലുള്ള യാഗോത്സവം. പക്ഷെ പിന്നീട് അതും മുടങ്ങിപ്പോയി കാലാന്തരത്തില്. കുറെ കാലം കഴിഞ്ഞപ്പോ ആ കാട്ടിലൂടെ നായാടി നടന്നൊരു യുവാവ് അമ്പിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി ഒരു ശിലയിൽ അരിച്ചപ്പോ അതിൽ നിന്ന് രക്തപ്രവാഹം ഉണ്ടാവുകയും അപ്പൊ അത് കണ്ട് പേടിച്ച് അദ്ദേഹം അതിനെ അടുത്തുള്ള തൊട്ട് ബാവലിപ്പുഴയുടെ ഇപ്പുറത്തുള്ള പടിഞ്ഞിട്ടയിലത്ത് വന്ന് അറിയിക്കുകയും അപ്പോൾ അവർ രണ്ടുപേരും കൂടി അവിടെ ചെന്നപ്പോൾ അത് രക്തപ്രവാഹം കണ്ടു എന്നും പിന്നീട് പ്രശ്നചിന്തയിൽ ഈ പുരാവൃത്തം തെളിഞ്ഞെന്നൊക്കെയാണ് പുതിയ കാല കൊട്ടിയൂരിന്റെ ഐതിഹ്യം. പക്ഷെ എന്തായാലും ഇന്നും ഈ പടിഞ്ഞിട്ടയും ഒറ്റപ്പിലാനും ഒക്കെ അവിടുത്തെ ആചാരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഏതമ്പലത്തിനും ഒരു പുരാവൃത്തം, നമ്മൾ ഏതമ്പലത്തെ കുറിച്ച് അന്വേഷിച്ചാലും ഒരു കഥയുണ്ടാവുമല്ലോ പുരാണമായിട്ട്. പ്രതിഷ്ഠയുടെ പിന്നിൽ ഇപ്പൊ നമുക്ക് ഗുരുവായൂരാണെങ്കിൽ ഗുരുവും പവനും കൂടെ പ്രതിഷ്ഠിച്ച ദ്വാരകയിലെ കൃഷ്ണൻ ആരാധിച്ചിരുന്ന വിഷ്ണു വിഗ്രഹമാണെന്ന് അങ്ങനെ പറയുന്ന പുരാവൃത്തങ്ങൾ ഏതമ്പലത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നിലും ഒരു കഥ, നമ്മുടെ എന്താ പറയാ ധാരണകളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു കഥ. പക്ഷെ ആ കഥയെ പൂരിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സ്ഥലനാമങ്ങളായിട്ടും ആചാരങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളായിട്ടും ഇതിന്റെ അനുരണനങ്ങൾ കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഉത്തരേന്ത്യയിലും സതീകുണ്ടും കൻകൽ എന്ന് പറയുന്ന ദക്ഷയാഗ ഭൂമിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു കോൺട്രവേഴ്സി ആണ്. ഇന്ത്യയിൽ എവിടെയാണ്, കാരണം ഇതിന് തെളിവില്ല. എത്രയോ യുഗങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്കല്ല സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സ്ഥലത്ത് ഇന്നതാണ് എന്ന് പറയാൻ ആർക്കിയോളജിക്കൽ സർവേ ഒന്നും നമ്മൾ, പക്ഷെ ഇന്നും അവിടേക്ക് എന്തോ ഒരു ആകർഷണമുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസപ്രകാരം കൊട്ടിയൂർ ദക്ഷയാഗ ഭൂമി തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ഈ പിൽഗ്രിം ടൂറിസം ഒക്കെ വന്ന് കേരളം മുഴുവനല്ല ഇന്ത്യ മുഴുവൻ, പക്ഷെ കൊട്ടിയൂർ വ്യാപിക്കുന്നത്. അതിനു മുമ്പും വടക്കൻ കേരളീയനെ സംബന്ധിച്ചിടത്തോളം ഇത് ദക്ഷിണകാശിയാണ്, യാഗഭൂമിയാണ്, ദക്ഷയാഗ പുരാവൃത്തം. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേ കേട്ട് വളർന്നതാണ്. ഒരു പക്ഷേ ആ കഥയുമാവാം അബോധപൂർവ്വമായി ഈ പുസ്തകത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനെ പറ്റി പറയുന്നുണ്ട്. കഥയെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. കാരണം കോട്ടയത്തുള്ള സ്ഥലങ്ങളുടെ ഒരുപാട് പേരുകൾ ദക്ഷയാഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മണത്തണ മുതൽ കൊട്ടിയൂര് വരെയുള്ള സ്ഥലനാമങ്ങൾക്ക് മുഴുവൻ സതീദേവി യാഗഭൂമിയിലേക്ക് സഞ്ചരിച്ച പേരുകള് അങ്ങനെയൊക്കെ അതിനുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം, കൻകലല്ല അല്ലെ ഇന്ന് നിലനിൽക്കുന്ന പല വിവാദങ്ങൾക്കും പ്രശ്നമാവും. അപ്പൊ അതിലൊന്നും കാര്യമില്ല. അവിടുത്തെ മൂർത്തി അതാണെന്ന് പറഞ്ഞ് ആചരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ആ ഗവേഷണം കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഒരുപാട് പുരാവൃത്തങ്ങളുണ്ട്. നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ ഇതാണ്, ആ ഭാവത്തിൽ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നതാവാം. പക്ഷെ അതേ സമയത്തും വെറും ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഗോത്ര യാഗ ക്ഷേത്ര സമന്വയം എന്ന് പറയുന്ന ഒരു രീതി അവിടെ എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളുന്നതാണ്. അതായത് കോട്ടയം സ്വരൂപത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ആ ഉത്സവ നടത്തിപ്പില് പ്രാതിനിധ്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ അവര് കൂലിക്കാരായിട്ടോ ഉത്സവ നടത്തിപ്പുകാരായിട്ടോ ഒക്കെ
രാജാവ് മുതൽ താഴേക്കിടയിലുള്ള നമ്മൾ പറയുമ്പോൾ ആ ദേശത്തിലെ മുഴുവൻ ആളുകൾ, കുറിച്യൻ മുതൽ ബ്രാഹ്മണൻ വരെയുള്ള എല്ലാവർക്കും അങ്ങനെ. ഈ ഉത്സവത്തിന്റെ നമ്മൾ പലപ്പോഴും ചാനലുകളിലൊക്കെ പറക്കുഴ മുതൽ ഉത്സവം തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ ഉത്സവം തുടങ്ങുന്നത് വിഷു പിറ്റേന്ന്, വിഷു കഴിഞ്ഞിട്ട് വരുന്ന ആദ്യ ചൊവ്വയോ വെള്ളിയോ അവിടുത്തെ ജന്മസ്ഥാനികനായ ഒറ്റപ്പിലാൻ ദൈവത്തെ കാണുമെന്ന് പറയുന്ന ഒരു ചടങ്ങ്. അന്ന് തൊട്ട് ശരിക്ക് പുറനാട്ടുകരയിൽ വൈശാഖോത്സവം ചെയ്തു. പക്ഷെ അത് എവിടെയും പറഞ്ഞു കാണുന്നു. യഥാർത്ഥത്തിൽ വൈശാഖ മഹോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വൈശാഖ മാസത്തിൽ നടക്കുന്ന ഉത്സവമായതുകൊണ്ട് വൈശാഖ, കാരണം വരുന്നത് അങ്ങനെയാണല്ലോ. വൈശാഖ നമ്മുടെ എന്താ പറയാ ആര്യ കലണ്ടറിൽ വരുന്ന വൈശാഖ മാസത്തിലാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ചിലപ്പം അതോടുകൂടെ വരും. അതായത് മേടച്ചോതിക്ക് തുടങ്ങുകയും ഇടവച്ചോതിക്ക് അക്കരെ ഉത്സവം ആരംഭിക്കുകയും ചോതി വിശാഖം പിന്നീട്. അതിന് പിന്നിൽ എന്തെങ്കിലും കഥകളുണ്ടോ? അതിന് എനിക്ക് തോന്നുന്നു അതിനകത്തൊരു നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള, കാരണം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ചൂട് പതിക്കുന്ന കാലാണ് ഏപ്രിൽ മെയ് അല്ലെ. സൂര്യൻ നേർരേഖയിൽ വന്ന് ആ സമയത്ത് ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി, ശരീരത്തിന്റെ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകാതെ മറ്റ് കായിക മറ്റൊന്നിനും പോവാതെ വ്രത ശരികളിലൂടെ പോകുമ്പോൾ നമ്മുടെ, കാരണം അത് കഴിഞ്ഞ് വരുന്ന പഞ്ഞമാസമാണ് കർക്കിടകം, മഴക്കാലം. അപ്പൊ അതിനു മുമ്പ് ശരീരത്തെയും മനസ്സിനെയും ഉത്തേജിപ്പിക്കുക, അല്ലെ മറ്റ് വ്യാപാരങ്ങളിൽ പോവാതെ ഇവന്റെ മനസ്സിനെയും ശരീരത്തെയും ഒന്ന് സന്നദ്ധമാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഉത്സവം ആ സമയത്ത് വന്നത്. പിന്നെ കോട്ടയം പ്രാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അതുവരെ തെയ്യക്കാലങ്ങളാണ്. തുലാ 10 മുതൽ തുടങ്ങുന്ന തെയ്യക്കാലം ഏതാണ്ട് മേടം അവസാനം വരെ. അത് കഴിയുമ്പോൾ അടുത്ത ഉത്സവം. കാരണം ഇത് ആ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും പങ്കാളിത്തമുണ്ട്. അതുകൊണ്ടും കൂടെ ആവാം അന്നാണ് അങ്ങനെ തീരുമാനിച്ചു. പറയുന്നത് ഒറ്റപ്പിലാനി ശിലയിൽ കണ്ടു അന്ന് പടിഞ്ഞിട്ട് പോയി നീര് തെളിച്ച സമയം വെച്ച് ഉത്സവം എന്നാണ്. അതെന്താണെന്നുള്ളതിന് തെളിവില്ല. ഇത് എന്തുകൊണ്ടാണ് ഈ അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും വരുന്നത്? ഒരു മാസം മാത്രം ഈ വൈശാഖോത്സവം നടക്കുന്ന, അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് മാത്രമേ ഈ ദേഹത്യാഗം ചെയ്ത അമ്മ മറഞ്ഞ തറയിൽ ശിവൻ സമാധിസ്ഥനായിരിക്കുന്ന ഉഗ്രവേദിയിൽ പൂജകളും കാര്യങ്ങളും നടക്കുന്നുള്ളൂ. ബാക്കി സമയത്ത് മുഴുവൻ അവിടുത്തെ ബലിബിംബങ്ങൾ നിൽക്കുന്നത് ബാവലിപ്പുഴയ്ക്ക് ഇക്കരെയുള്ള ഇക്കരെ ക്ഷേത്രം എന്ന് പറയുന്ന, ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇല്ലത്തിന്റെ പടിഞ്ഞിറ്റ പോലെയുള്ള പടിഞ്ഞിറ്റ ഇല്ലത്തിന്റെ പടിഞ്ഞാറ്റേ അവിടെയായിരുന്നു ബലിബിംബങ്ങളെ പൂജിച്ചിരുന്നത്. മറ്റത് ആ ഒരു മാസം മാത്രമേ അവിടെ മനുഷ്യർക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞ് അത് കാടായി മാറുകയാണ്. ഇപ്പോ എന്താണ് അവിടെ ദേവന്മാരും ശിവനും പാർവതിയും ഒക്കെ അവിടെ യോഗനിദ്രയിൽ ഇരിക്കുന്നതെന്നൊക്കെയാണ് വിശ്വാസം. അവിടെ ആ സമയത്ത് പോകാൻ ഈ ഒറ്റപ്പിലാന് മാത്രമേ അധികാരമുള്ളൂ. അദ്ദേഹം മാത്രമാണ് അതിന്റെ കാവലാളായി നിൽക്കുന്നത്. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നത് ഒരു കാടിന്റെ വനസ്ഥലിയുടെ നിശബ്ദതയിലേക്ക് പോകുന്നു എന്നൊക്കെ. കാടിന്റെ രഹസ്യവും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ചില പ്രത്യേക പൂജകളൊക്കെ കാടിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞ. കാടിനകത്ത് എന്ന് പറയുന്ന അവിടെ ഈ ഒറ്റപ്പിലാൻ നടത്തുന്ന കോട്ടേരിക്കാവിലെ പൂജകളും മലക്കാരിയും അല്ലാതെ വൈശാഖോത്സവമായിട്ട് താഴെ ഉഗ്രവേദിയിൽ നടക്കുന്ന പൂജകൾക്കൊന്നും കാവുമായിട്ട് ബന്ധമില്ല. അതേ സമയത്ത് ഇളനീരാട്ട സമയത്ത് മുത്തപ്പൻ വരവ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടക്കും. അത് മുത്തപ്പൻ എന്താണ് കർക്കിടകക്കണ്ടിയിൽ നിന്ന് അണിഞ്ഞൊരുങ്ങി മേലെ പാലക്കൂല കിഴക്കേ നടയിലൂടെ കാടിലൂടെ വന്ന് തിരുവഞ്ചിറയിലേക്ക് വരുന്ന ഒരു ചടങ്ങിനെ കാട് എന്ന് പറയുന്നതിന് നേരെ. പക്ഷെ ഈ മുതിരേരിയിൽ നിന്ന് വയനാട് നിന്ന് പണ്ട് വന്നിരുന്നത് കാടാണ്. മണത്തമ്മയ്ക്ക് അപ്പുറത്ത് കൂടും കാടായിരുന്നു. ഇപ്പൊ അത് കുടിയേറ്റമൊക്കെ വന്ന് നല്ല ജനപദമായെങ്കിലും ഒരു കാലത്ത് ഈവൻ എന്റെ ഗവേഷണം തുടങ്ങുന്ന കാലത്ത് പോലും അത് ഇത്രയും മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ടൗൺഷിപ്പായി മാറുന്നുണ്ട്. അതിനും എന്താണ് ആ വികസനത്തിനും കൊട്ടിയൂർ അമ്പലം ഒരു കാരണമാകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ച് അമ്പലം മാറിയേ പറ്റുള്ളൂ. പഴയ ആ ഒരു വനസ്ഥലിയായി നിർത്താൻ പറ്റുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ അവിടെ വരുന്നുണ്ടെങ്കിൽ പോലും പ്രാഥമികമായിട്ട് വരുന്ന ചടങ്ങുകളിലോ അല്ലെങ്കിൽ അതിന്റെ ഘടനയിലോ വലിയ മാറ്റങ്ങൾ ഇപ്പോഴും ഇല്ല. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും വൈശാഖോത്സവവുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതലും അറിയപ്പെടുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ഒരു പൂവ്, ഓടപ്പൂവ്. ഓടപ്പൂവിന്റെ ഒരു ഐതിഹ്യം എന്താണ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണത് പ്രത്യേകം? ഓടപ്പൂവിനെ കുറിച്ച് പറയുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഈ അതും ഓടപ്പൂ സങ്കല്പത്തിലും എന്താണ് ഈ ദശയാഗ കഥയുടെ അനുരണനങ്ങളുണ്ട്. വീരഭദ്രനും ആൾക്കാരും വന്ന് യാഗം അലങ്കോലമാക്കിയപ്പോ ഭൃഗുമുനിയുടെ താടി പറിച്ചെറിഞ്ഞു. കാരണം അവരെ ശിവൻ ഇന്ത്യയില്, അപ്പൊ അവരുടെ സ്വാമിനി പോയി, ശിവൻ കോപത്തിലാണ്. അപ്പൊ ഈ യാഗം ഇനി നടക്കരുത്. അപ്പൊ അവര് ദശന്റെ യാഗ ആചാര്യനായിരുന്ന ഭൃഗുവെ മുനിയുടെ താടി പറിച്ച് കാട്ടിലെറിഞ്ഞെന്നും അത് കാട്ടിൽ മുഴുവൻ ഓടകളായെന്നും ആ ഓട ഈ ഒരു പ്രത്യേക കാഞ്ഞിരപ്പുഴയ്ക്ക് ഇപ്പുറത്തുനിന്ന് കൊട്ടിയൂരിനും കാഞ്ഞിരപ്പുഴയ്ക്കും ഇടയിൽ വെച്ച് ചതച്ചെടുത്താൽ ഈ ഒരു വെള്ളത്താടിയുടെ ഒരു സങ്കല്പത്തിലുള്ള ഓടപ്പൂ എന്ന് പറയുന്നത് ദശദ്വര നാശകന്റെ, ദശന്റെ ദ്വര നശിപ്പിച്ച ശിവന്റെ പ്രതീകമായിട്ടും ഭൃഗുമുനിയുടെ താടിയായിട്ട്, എന്തായാലും അതൊരു അഹങ്കാരനാശനാണല്ലോ അതിന്റെ പ്രതീകം, അങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് അതിന് ശിവലിംഗത്തിന്റെ രൂപമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ഓടപ്പൂ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു ശിവലിംഗത്തിന്റെ രൂപമല്ലേ? അമർനാഥിലൊക്കെയുള്ള വെള്ള ശിവലിംഗത്തിന്റെ രൂപവും അതിന് കാണാം. അപ്പൊ അതെന്തായാലും
ഒരു ശൈവ പ്രതീക അല്ലെ ശിവന്റെ പ്രതീകമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ, നീ അധികം അഹങ്കാരം കാണിച്ച് ഉന്മത്തനായാൽ നിന്റെ അവസ്ഥ ദശനുള്ളതാണെന്ന് പറയാതെ തലമുറകളോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം ഞങ്ങളെയൊക്കെ വീടുകളിൽ ഇപ്പോഴും അതൊരു ഒരുപാട് സൂചനകൾ തരുന്നതാണ്. ഒരുപാട് എന്താ പറയാ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അത് നൽകുന്നുണ്ട്. കാരണം അതൊരു പേടി. കാരണം അഹങ്കരിച്ചിട്ട് ആ ദശയാഗ കഥ അതാണല്ലോ, ഒരു അഹങ്കാരത്തിന്റെ നാശനാണല്ലോ പറയുമ്പോ. അപ്പൊ ആ അഹങ്കാരത്തിന് കൂട്ടുപിടിച്ച ഒരാളുടെ താടിയിൽ നിന്നുണ്ടാക്കിയ സാധനം അവിടേക്ക് ഇത് കാണാൻ വരുന്നവരും ഇത് അറിഞ്ഞുകൊണ്ടായിരിക്കാം. കഥ അറിഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഓടപ്പൂവിന്റെ പിന്നിൽ ഈ വിശ്വാസമാണ് ഭൃഗുമുനിയുടെ. എനിക്കൊന്നും അവിടെ വരുന്ന ആളുകൾ അറിയേണ്ട ഒരു കഥയാണ് യഥാർത്ഥത്തില്. പക്ഷെ അതിന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതിങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഒരു ശിവലിംഗത്തിന്റെ, അപ്പൊ അമർനാഥ് തീർത്ഥാടന സമയത്തൊക്കെ അവിടുത്തെ വെള്ള മഞ്ഞ് ശിവലിംഗം കാണുമ്പോൾ അതും എന്തായാലും വിശ്വധര നാശകന്റെ പ്രതീകം എന്ന് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് തന്നെയാണ് അതിന്റെ കഥയും.